വചനോപാസനയുടെ ക്വിസ് രൂപം. ലോഗോസ് 2011 നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദൈവം സ്നേഹത്തിന്റെ പരമമായ ഊർജസ്രോതസ്സത്രേ. ഈ സ്നേഹപ്രകരണം സംഭവിക്കുമ്പോഴാണ് പ്രഭാതത്തിൽ കുളിർത്തന്നലിന്റെ നനുത്ത സ്പർശനമേറ്റ് ഹരിതചില്ലകൾ നൃത്തമാടുന്നത്. വചനോപാസന ഈ അനുഭവത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്. ഇതാ വേദിയിൽ ഇന്ന് നമ്മോടൊപ്പം 10 മത്സരാർത്ഥികൾ. ബി ഏജ് ഗ്രൂപ്പിൽ മാറ്റുരയ്ക്കുന്ന ഇവർ 5,37,300 പേർ രജിസ്റ്റർ ചെയ്ത ലോഗോസ് 2011 പ്രാഥമിക സെമി ഫൈനൽ കടന്നു വന്ന ചുണക്കുട്ടികളാണ്. ഇവരെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടിനു ഏഞ്ചലീന പോൾ ഫ്രം കൊല്ലം ഡയസിസ്. എൻ്റെ പേര് ടിനു ഏഞ്ചലീന. ഞാൻ കൊല്ലം രൂപതയിലെ ഭാരതരത്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബി വിഭാഗത്തിലാണ് മത്സരിച്ചത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ലോഗോ സ്റ്റേറ്റിൽ എഴുതുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. ഇത് വളരെ സന്തോഷമുണ്ട്. ശീതൽ റോസ് ചാക്കോ ഫ്രം എറണാകുളം അങ്കമാലി ആർച്ച് ഡയസിസ്. എൻ്റെ പേര് ശീതൾ. ഞാൻ +1 പഠിക്കുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ, ഇടവക സെൻറ് ആനീസ് ചർച്ച് മറ്റൂർ, എറണാകുളം അങ്കമാലി അതിരൂപതപ്പെടുന്നു. എനിക്ക് മത്സരത്തിൽ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എമിലിൻ തോംസൺ ഫ്രം പാലാ ഡയസിസ്. എൻ്റെ പേര് എമിലിൻ തോംസൺ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാലാ രൂപതയാണ്. കൊടയത്തൂർ ഇടവക ശന്താൾ ജ്യോതി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ സെലക്ഷൻ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഡിൻഡ ബേബി ഫ്രം കോതമംഗലം ഡയസിസ്. എൻ്റെ പേര് ഡിൻഡ ബേബി. ഞാൻ കോലടി ഇടവകയിൽ നിന്നും വരുന്നു. കോതമംഗലം രൂപതയാണ്. ഞാൻ ബി വിഭാഗത്തിൽ പരീക്ഷ എഴുതി. ഞാൻ 5 വർഷമായി ലോഗോസ് ക്വിസ് എഴുതുകയാണ്. ആദ്യമായാണ് സംസ്ഥാന ലെവലിലോട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഡിൽമ വില്യംസ് ഫ്രം കോട്ടപ്പുറം ഡയസിസ്. റോസ് മുട്ടത്ത് ഫ്രം തൃശൂർ ആർച്ച് ഡയസിസ്. എൻ്റെ പേര് റോസ് മുട്ടത്ത്. ഞാൻ കോട്ടപ്പടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൃശ്ശൂർ രൂപതയാണ്. ഞാൻ 7 പഠിക്കുന്നു. ഞാൻ ബി ഗ്രൂപ്പിലാണ് ഇവിടെ മത്സരിച്ചത്. എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം ദൈവം തന്നതിന് ഞാൻ ആദ്യമേ ദൈവത്തിനോട് നന്ദി പറയാണ്. സംഗീത സജീവ് ഫ്രം പാലക്കാട് ഡയസിസ്. എൻ്റെ പേര് സംഗീത സജീവ്. പാലക്കാട് രൂപതയിലെ വടക്കഞ്ചേരി ഇടവകയിലാണ്, ബി ഗ്രൂപ്പിലാണ് ഞാൻ മത്സരിക്കുന്നത്. 4 വർഷം സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രേഷ്മ പയസ് ഫ്രം തൃശൂർ ആർച്ച് ഡയസിസ്. എൻ്റെ പേര് രേഷ്മ. ഞാൻ നന്ദിപുരം ഇടവകയാണ്. തൃശ്ശൂർ രൂപതയാണ്. ഞാൻ +1 പഠിക്കുന്നു, ബി വിഭാഗം. എനിക്ക് സെലക്ഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. രമ്യ ടി കെ അഗൈൻ ഫ്രം തൃശൂർ ആർച്ച് ഡയസിസ്. എൻ്റെ പേര് രമ്യ. ഞാൻ ഗുരുവായൂർ ഇടവകയിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ ബി വിഭാഗത്തിലാണ് ഞാൻ മത്സരിച്ചത്. സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ സെലക്ഷൻ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗീതു വർഗീസ് ഫ്രം വെരാപ്പള്ളി ഡയസിസ്. എൻ്റെ പേര് ഗീതു വർഗീസ്. ഞാൻ വരാപ്പുഴ അതിരൂപതയിൽ മാനാട്ടുറും ഹൃദയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ബി വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എനിക്ക് 2nd റൗണ്ടിൽ സെലക്ഷൻ കിട്ടുന്നത്. ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ സുപ്രസിദ്ധ ബൈബിൾ പണ്ഡിതൻ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറയിലിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ഈ ലോഗോസ് ക്വിസ് മത്സരത്തിൻ്റെ ബി ഗ്രൂപ്പ് ഫൈനലിലെ മത്സരാർത്ഥികളാണ് നിങ്ങൾ. ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നിങ്ങളെല്ലാവരും പെൺകുട്ടികളാണ്. ഈ പ്രായത്തിൽ കേരള കത്തോലിക്ക സഭയിൽ ആമ്പിള്ളേരില്ലേ
എന്നൊരു സംശയം. എന്നാലും നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താ? ഇത്രയും പേര് പങ്കെടുത്തവരിൽ നിന്ന് പെൺകുട്ടികൾ തന്നെ നിങ്ങൾ കയറി വന്നിരിക്കുകയാണ്. ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അഭിനന്ദനം. പ്രിയ മത്സരാർത്ഥികളെ, നിങ്ങളെ കാത്തിരിക്കുന്ന ആദ്യ റൗണ്ട് എക്സോഡസ് റൗണ്ട്. നമ്മൾ ഈ ഫൈനൽ റൗണ്ടിൽ ഒന്നാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. ഇത് എക്സോഡസ് റൗണ്ട് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ പഴയ നിയമ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മത്തായിയുടെയും പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നും ആകാം. പക്ഷേ എക്സോഡസ് എന്ന പേര് 10 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരോട് ഓരോ ചോദ്യം. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്, പാസ് ചെയ്ത് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പറഞ്ഞാൽ 5 മാർക്ക്. വളരെ ലളിതമായ രീതിയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം നമ്പർ 1, ടിനു ഏഞ്ചലിനോടാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. മോശ അവരോട് കോപിച്ചു എന്തുകൊണ്ട്? മോശ അവരോട് കോപിച്ചു എന്തുകൊണ്ട്? പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള ചോദ്യമാണ്. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും അടുത്ത പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നൊരു ഭാഗം അടുത്ത പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. മോശ അവരോട് കോപിച്ചു. റൈറ്റ് ആൻസർ. പുറപ്പാട് 16:20. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ചെറിയൊരു കാര്യമേ ചോദിച്ചുള്ളൂ. നോക്കുമ്പോൾ ഒരു 3-4 വാചകം അതേപടി ഇങ്ങ് ഉദ്ധരിക്കുക. തോറ്റു പോകുകയുള്ളൂ ചോദിക്കുന്നയാൾ. 10 മാർക്ക്. ചിന്നുവിന് 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ശീതൾ റോസിനോട്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക. കർത്താവാണ് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നതും അവർ അവിടുത്തെ മഹത്വം ദർശിച്ചിരുന്നതും ദിവസത്തിന്റെ ഏതെല്ലാം സമയങ്ങളിൽ? ഒന്നുകൂടെ ആവർത്തിക്കാം, ശാന്തമായി കേട്ടുകൊള്ളുക. കർത്താവാണ് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നതും അവർ അവിടുത്തെ മഹത്വം ദർശിച്ചിരുന്നതും ദിവസത്തിന്റെ ഏതെല്ലാം സമയങ്ങളിൽ? കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. ഒന്നുകൂടെ ശാന്തമായി പറഞ്ഞോളൂ, കൃത്യമാകുന്നില്ല, വാക്കുകൾ വ്യക്തമായിട്ട് കേട്ടോട്ടെ. കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ കർത്താവിന്റെ മഹത്വം നിങ്ങൾ ദർശിക്കും. റൈറ്റ് ആൻസർ. ഇത് നമ്മൾ ചോദിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഉത്തരവാണ്. പക്ഷെ 10 മാർക്കേ തരാൻ പറ്റുള്ളൂ. 10 മാർക്ക് ശീതൾ. നല്ല ഉത്തരം, പ്രഭാതത്തിലും സന്ധ്യയിലും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. എമിലിൻ തോംസൺ, ശ്രദ്ധയോടെ കേൾക്കുക. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. റെഡി? മൂന്നാമത്തെ ചോദ്യം. പുറപ്പാട് 23-ാം അധ്യായം അനുസരിച്ച് ഇസ്രായേൽക്കാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത നാടിന്റെ അതിർത്തികൾ ഏത്? ശ്രദ്ധയോടെ കേൾക്കുക. വാഗ്ദത്ത നാടിന്റെ അതിർത്തികൾ ഏത്? ചെങ്കടൽ മുതൽ ഫിലിസ്തീയർ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയും. കറക്റ്റ് ആൻസർ. ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയും. പുറപ്പാട് 23:31. 10 മാർക്ക് വീണ്ടും. എമിലിൻ തോംസൺ. ഇത് പോകുന്ന പോക്ക് കണ്ടിട്ട് ഇത് ഒരു വഴിക്കൊന്നും തീരുമെന്ന് തോന്നില്ല. കാരണം എല്ലാവർക്കും തുല്യം മാർക്ക് വന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിൻഡ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക ഡിൻഡ. നാലാമത്തെ ചോദ്യം. 7-ാം ദിവസം സീനായി മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം എന്തിനു തുല്യമായാണ് ഇസ്രായേൽക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഒന്നുകൂടെ പറയാം. 7-ാമത്തെ ദിവസം സീനായി മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം എന്തിനു തുല്യമായാണ് ഇസ്രായേൽക്കാർക്ക് കാണപ്പെട്ടത്? ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം. കറക്റ്റ് ആൻസർ. ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം. പുറപ്പാട് 24:17. ഡിൻഡായ്ക്കും 10 മാർക്ക്. അടുത്ത ചോദ്യം ഡിൽമയോടാ. 5-ാമത്തെ ചോദ്യം കേൾക്കുക. നീ അവ ജനത്തെ പഠിപ്പിക്കണം. ആരോട് എപ്പോൾ പറഞ്ഞു? ഒന്നുകൂടെ ആവർത്തിക്കാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. ആരോട് എപ്പോൾ പറഞ്ഞു? കർത്താവ് മോശയോട് അരുളി ചെയ്ത വാക്കുകളാണിവ. അതായത് കേൾക്കുക, പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം. 3 ഭാഗങ്ങളുണ്ട്. ആരോട്, എപ്പോൾ.
മൂന്നിനും ഉത്തരം വരണം. ശാന്തമായി പറഞ്ഞോളൂ. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഓക്കെ. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ ചോദ്യം അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാണ്. 6ാമത്തെ നമ്പർ റോസ് മുട്ടത്ത്. ചോദ്യം കൃത്യമാണ്. ആരോട് എപ്പോൾ പറഞ്ഞു നീ അവ ജനത്തെ പഠിപ്പിക്കണം? പറയാം. കർത്താവ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി നിയമങ്ങളും കൽപ്പനകളും മോശ വഴി കൊടുക്കുന്ന അവസരത്തിലാണ് അവ ജനത്തെ പഠിപ്പിക്കണം എന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നു. കറക്റ്റ് ആൻസർ. കറക്റ്റ്. ഇത് ഞാൻ കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ ആദ്യത്തെ ഈ ചോദ്യത്തിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരോട് എപ്പോൾ. കോണ്ടക്സ്റ്റ് മാത്രമാണ് ദിൽമ പറയാതെ പോയത്. അപ്പോൾ 5 മാർക്ക് ദിൽമയ്ക്ക് കിട്ടുന്നു. 5 മാർക്ക് സെക്കൻഡ് ചാൻസ് പറഞ്ഞു. 2 പേർക്കും 5 മാർക്ക്. അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം റോസിനോടാണ്. റെഡിയാണോ? ഓക്കെ. കൃത്യമായ ഒരു വചനം പറയും. അതിൻ്റെ അധ്യായവും വാക്യവും പറയാം. എന്തെന്നാൽ വളരെ എളുപ്പമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. എത്രാമത്തെ അധ്യായം, എത്രാമത്തെ വാക്യം? മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. റൈറ്റ് ആൻസർ. മത്തായി 18:20. ഒരു കാര്യം എനിക്ക് ബോധ്യമായി വരിക. അതായത് ക്വിസിനകത്ത് ബുദ്ധിയുണ്ട്, കഴിവുമുണ്ട്, അതോടൊപ്പം ഭാഗ്യം എന്നൊരു എലമെൻറ്റും. ചോദ്യങ്ങൾ കിട്ടുന്നതും അവസരങ്ങൾ വരുന്നതിനകത്തും ഭാഗ്യത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം സംഗീതയുടെ 7ാമത്തെ ചോദ്യം. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അധ്യായം, വാക്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 32-ാം വാക്യം. ഞാൻ ചോദ്യം പാസ് ചെയ്യുന്നു. അടുത്തയാൾ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാം വാക്യം. റൈറ്റ് ആൻസർ. മത്തായി 18:33. വീണ്ടും ഞാൻ അധ്യായവും വാക്യവും ചോദിച്ചു. അതിൽ അധ്യായം കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, വാക്യത്തിൻ്റെ തൊട്ടടുത്ത് വന്നു. 5 മാർക്ക് സംഗീതയ്ക്ക് അല്ലേ? സംഗീത തന്നെ 5 മാർക്ക്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ചാൻസിൽ പറഞ്ഞ രേഷ്മയ്ക്കും 5 മാർക്ക്. 2 പേർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം രേഷ്മയുടെ. റെഡി? ഓക്കെ. കേൾക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. വചനഭാഗം, അതായത് അധ്യായം, വാക്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം. കറക്റ്റ് ആൻസർ. മത്തായി 18:19. 10 മാർക്ക് രേഷ്മയ്ക്ക്. 9ാമത്തെ ചോദ്യം രമ്യയുടെ. നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. ഈ നാം എന്ന് പറയുന്നത് ആര് ആണ്? നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. ഒരു കൊട്ടേഷനാണ്. ആരാണ് ഈ നാം? പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും. റൈറ്റ് ആൻസർ. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഗീതുവിനോട്. അവസാനത്തെ ചോദ്യം കേൾക്കാം. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഓശാനയുടെ നേരത്ത് മത്തായി 21:9 കാണുന്ന ഈ വാചകത്തിന് സമാനമായ, ഇത് ശരിക്കും ഒരു ഉദ്ധരണിയാണ് പഴയ നിയമത്തിൽ, സമാനമായ പഴയ നിയമ വാക്യം ഏത്? അല്ലെങ്കിൽ ഇതിന് ആധാരമായിട്ട് നിൽക്കുന്ന പഴയ നിയമത്തിലെ ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം? സങ്കീർത്തനങ്ങൾ 118-ാം അധ്യായം 26-ാം വാക്യം. കറക്റ്റ് ആൻസർ. 118:26. ഇത് അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാമത്തെ റൗണ്ടിലേക്ക് ശ്രദ്ധയോടെ, വളരെ കരുതലോടെ മുന്നോട്ട് പോവുക. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ എക്സോഡസ് റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത റൗണ്ട് 50-50 റൗണ്ട്. നമ്മൾ 2ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. 2ാമത്തെ റൗണ്ട് 50-50 എന്ന് പറയുന്ന റൗണ്ടാണ്. ഒരു കാര്യം, ഈ റൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക്
സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ടാണ്. കാരണം ഈ റൗണ്ടിൽ 10 മാർക്കിന് കൂടുതലായിട്ട് 15 മാർക്കിൻ്റെ ഒരു സാധ്യതയുണ്ട്. ചോദ്യം ആദ്യം പറയും, അത് മോണിറ്ററിൽ വരും. ആ ചോദ്യം ഒരു ക്ലൂവിൻ്റെയും സഹായമില്ലാതെ നേരിട്ടുത്തരം പറയുകയാണെങ്കിൽ 15 മാർക്ക്. ഓക്കെ, നമുക്കറിയാൻ മേല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാൻ മേലെന്നുണ്ടായെങ്കിൽ ക്ലൂ ആവശ്യപ്പെടാം. 4 ഓപ്ഷൻസ് ABCD എന്നും അതിൻ്റെ സഹായത്തോടെ പറയുകയാണെങ്കിൽ 10 മാർക്ക്. ഓക്കെ, എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ മൂന്നാമതൊരു ചാൻസ് ഉണ്ട്, 50-50. അതായത് ഇതിൽ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടും, 2 എണ്ണം എലിമിനേറ്റ് ചെയ്യപ്പെടും. മിച്ചമുള്ള 2 സാധ്യതകളാണ്. അതിൽ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക്. 15, 10, 5 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു റൗണ്ട്. നമ്മൾ ഇതിൻ്റെ നിയമം വ്യക്തമാണല്ലോ. റെഡി? എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് യുവർ ചാൻസ്. ഗീതുവിൻ്റെ ചാൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. മോണിറ്ററിൽ അത് വരുന്നതുമാണ് തത്സമയം. സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് നീതിയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് ഏത് വാക്യങ്ങളിൽ ആണ്? എന്നോട് ആവർത്തിക്കുന്നു. സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് നീതിയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ പുറപ്പാടിൻ്റെ 22-ാം അധ്യായത്തിലുണ്ട്. ഏതൊക്കെ വാക്യങ്ങൾ? ഗീതുവിൻ്റെ ചാൻസ്. അറിയാൻ മേല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആവശ്യം. ഓപ്ഷൻ പ്ലീസ്. ABCD. A 21, 27, B 28 മുതൽ 35 വരെ, C 36 മുതൽ 40, D 41 മുതൽ 50 വരെ. അവിടെയും ഉറപ്പില്ലെങ്കിൽ അടുത്തത് 50-50 ഓപ്ഷനിലേക്ക്. A കറക്റ്റ് ആൻസർ. A 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ 10 മാർക്ക് അല്ലേ? 50-50 ഉപയോഗിക്കാതെ തന്നെ നേടി. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം രമ്യയോടാണ്. കേൾക്കുക. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അഹറോനെയും ഹൂറിനെയും സമീപിക്കാൻ മോശ പറഞ്ഞത് ആരോടാണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അഹറോനെയും ഹൂറിനെയും സമീപിക്കാൻ മോശ പറഞ്ഞത് ആരോട് ആണ്? രമ്യ. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട്. കറക്റ്റ് ആൻസർ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട്. 15 മാർക്ക് രമ്യ. ഒരു സഹായമില്ല. അടുത്ത ചോദ്യം രശ്മ പായസിനോടാണ്. കേൾക്കുക. കർത്താവിൻ്റെ മഹത്വം സീനായി മലയെ ആവസിച്ചപ്പോൾ എത്ര ദിവസങ്ങൾ മേഘം മലയെ ആവരണം ചെയ്തിരുന്നു? 7 ദിവസം. 7 ദിവസങ്ങൾ ശരിയായ ഉത്തരം അല്ല. ശരിയായ ഉത്തരം 6 ദിവസങ്ങൾ. രശ്മയുടെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. എന്നാലും നോക്കാം, അടുത്ത റൗണ്ടിൽ നോക്കാം. അടുത്ത ചോദ്യം സംഗീതയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറപ്പാട് 15:31. ആര്? അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആര്? ജനക്കൂട്ടം. കറക്റ്റ് ആൻസർ. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആര്? ജനക്കൂട്ടം. കറക്റ്റ് ആൻസർ. 15 മാർക്ക്. ആദ്യത്തെ ചാൻസ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. റോസ്. ഓക്കെ, റോസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുവൻ, ഇതൊന്നുകൂടെ എളുപ്പമായ ചോദ്യമാണെന്ന് തോന്നുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അധ്യായവും വാക്യവും പറയാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. റൈറ്റ് ആൻസർ. മത്തായി 16:26. വളരെ പ്രശസ്തമായ ഈശോയുടെ വചനം, യേശുവിൻ്റെ വചനം. അടുത്തതും വളരെ ലളിതമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ദിൽമയോടാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അധ്യായമേത്? വാക്യമേത്? മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 18 20-ാം വാക്യം. കറക്റ്റ് ആൻസർ. 18-20. മത്തായി 15 മാർക്ക്.
അടുത്ത ചോദ്യം ഡിൻഡായോടാണ്. ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഇത് ചോദിച്ചത് ആരെ? വിശുദ്ധ പത്രോസ്. കറക്റ്റ് ആൻസർ. വിശുദ്ധ പത്രോസ് ഈശോയോട് ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ശിഷ്യന്മാരുടെ ചിലപ്പോഴത്തെ ചിന്ത അങ്ങനെ ആയിരുന്നു, നമുക്കെന്താണ് കിട്ടുക? നമ്മുടെ മിക്കപ്പോഴത്തെയും ചിന്ത അത് തന്നെ, എന്തിങ്ങോട്ട് പോരും. ആദ്യ ശിഷ്യന്മാർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം എമിലിനോട്. വീണ്ടും ഇതുപോലെ തന്നെ ഒരു ചോദ്യം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അധ്യായം ഏത്? വാക്യം ഏത്? 16-ാം അധ്യായം 24-ാം വാക്യം. മത്തായി 16:24. കറക്റ്റ് ആൻസർ. എമിലി 15 മാർക്ക്. വെരി ഗുഡ്. അടുത്ത ചോദ്യം. ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളുടെ ഇനി അവശേഷിക്കുന്നുള്ളൂ. അത് അടുത്ത ചോദ്യം ശീതളിനോടാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അധ്യായവും വാക്യവും പറയണം. 19-ാം അധ്യായം 17-ാം വാക്യം. മത്തായി 19:17. കറക്റ്റ് ആൻസർ. ശീതളിന് അഭിനന്ദനം. 15 മാർക്ക്. അടുത്തത് ടീനുവിനോടുള്ള ചോദ്യമാണ്. ഈ റൗണ്ടിലെ ഈ 50-50 റൗണ്ടിലെ നിങ്ങൾ പലരും ഓപ്ഷനും 50 ഒന്നും ഉപയോഗിക്കാതെ തന്നെ നേരിട്ട് ഉത്തരവാണ്. വെരി ഗുഡ്. അവസാനത്തെ ചോദ്യം വീണ്ടും അധ്യായവും വാക്യം പറയാനാണ്. നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. പത്രോസിന്റെ 1-ാം ലേഖനത്തിലെ ഈ ഉപദേശം എത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ വാക്യം? 3-ാം അധ്യായം 8-ാം വാക്യം. കറക്റ്റ് ആൻസർ. 3-8. 50-50 റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സ്കോറാണ്. ശ്രദ്ധയോടെ നോക്കുക. എത്ര മാർക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നു, അടുത്തയാളുമായിട്ട് എത്ര വ്യത്യാസത്തിൽ നിൽക്കുന്നു, അതനുസരിച്ച് വേണം അവസാനത്തെ റൗണ്ടിലേക്ക് പോകാനായിട്ട്. ആകാംക്ഷാജനകമായ റൗണ്ടാണ് അടുത്തത്. ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ പേര് നമ്പർ 7. വളരെ അഭിനന്ദനം. വരാപ്പുഴ രൂപക്കാരത്തിൽ തന്നെ അത് പറഞ്ഞത്. ബൈബിളിന്റെ സുറിയാനി വിവർത്തനത്തിന്റെ പേര് 10 കൂട്ടിക്ക് 34. റൈറ്റ് ആൻസർ. അതെനിക്ക് ബോണസ് തന്നായിരിക്കും. പക്ഷെ ഈ പറയുന്ന പ്രഖ്യാപനം എത്രാമത്തതാണ്? 15 അധ്യായം മുതൽ 26 വരെ എണ്ണിയാൽ തെളിഞ്ഞോ? വേദിയിൽ നടന്ന തീപാറുന്ന മത്സരത്തിനൊടുവിൽ ഇതാ ഫൈനൽ സ്കോറുകൾ പ്രഖ്യാപിക്കുകയാണ്.